ഇന്ന് അവിട്ടം ദിവസത്തെ ഒരു കുട്ടി വിശേഷമാട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് റെഡിയായി. അവിട്ടം ദിവസം എല്ലാ വർഷവും എൻ്റെ വീട്ടിലാണ് കൂടാറ്. ഇവിടെ അച്ഛനും മോളും കൂടി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. മൈത്രിമോടെ ഓണക്കോടിയാണ്, സ്റ്റുഡിയോ നിന്ന് എടുത്തായിരുന്നു, വിഷ്ണു വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായിട്ട് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രാവശ്യവും അവിട്ടം അവിടുത്തെ എൻ്റെ വീട്ടിലാണ് കൂടാറ്. അതുപോലെ ഇപ്പോൾ സിസ്റ്ററും മാരേജ് കഴിഞ്ഞതിന് ശേഷം സിസ്റ്ററും ഫാമിലിയൊക്കെ വരാറുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് അവിട്ടം എൻ്റെ വീട്ടിലായിരിക്കും. അങ്ങനെ നേരെ ഞങ്ങൾ റെഡിയായി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് സിസ്റ്ററും ബ്രദറും ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. എന്താ കുഞ്ഞാവ് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി വന്ന പാടെ പന്ത് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചു. ഡീറ്റെയിൽ ആയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങി. ബീച്ച് പിന്നെ അടുത്താണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇത് ആ ഫ്രണ്ടിൽ കാണുന്ന തന്നെ കടലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിൽ എപ്പോഴും പോകാറൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ചിലപ്പോൾ ഒന്ന് കുറച്ച് നേരമൊക്കെ പോയിരിക്കും, അത്ര തന്നെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പതിവിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കിലൊന്നും ഞാനങ്ങനെ ബീച്ചിലോട്ട് വന്നിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ബീച്ചിൻ്റെതായ വൈബ് ഇപ്പോഴാട്ടോ വന്നത്. സാധാരണ ഇവിടെ അത്ര തിരക്ക് വരാറില്ല. ഇപ്പോഴാണ് ആളുകളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. അപ്പോൾ മൈത്രിമോൾക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. മൈത്രിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഒരു സെറ്റ് പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. പിന്നെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഓക്കെ, നാളെ കാണാം.